ഇന്നൊരു ഫിഷ് കറിയാണേ. അതിന് വേണ്ടി ഫിഷ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ സവാള എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് തുടങ്ങാം. അടുപ്പ് കത്തിക്കാം. ചട്ടി ചൂടാവട്ടെ. നമുക്ക് ഇതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടാവട്ടെ. ഇതിനകത്ത് നമുക്ക് 2 ഇടത്തരം സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് 2 കപ്പ് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഈ സവാള നല്ലതുപോലെ ഒന്ന് വഴന്ന് വരണേ. സവാള ഒന്ന് വഴലട്ടെ. ഇനി നമുക്ക് ഇതിനകത്ത് ഒരു 2 ടേബിൾ സ്പൂൺ വേണ്ടേ, 1.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കേ. ഇത് ഇതിനകത്ത് കിടന്ന് മൂക്കട്ടെ. ഇതിൻ്റെയൊക്കെ പച്ച മണം നല്ലതുപോലെ മാറണം. നമ്മൾ ഉള്ളിയൊക്കെ വഴങ്ങേ. ഇനി ഇതിനകത്ത് മസാല ഇട്ട് കൊടുക്കേ. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി, രണ്ട് ടീസ്പൂൺ പിരിയം മുളക് പൊടി. എല്ലാം കൂട്ട് നല്ല മിക്സ് ചെയ്യേ. ഇനി ഇതിലോട്ട് ഞാൻ 2 ഇടത്തരം തക്കാളി മിക്സിയിലിട്ട് പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അതും ഒഴിച്ചു കൊടുക്കാം. ഈ തക്കാളി നല്ല മൂക്കണേ. എൻ്റെ ഈ പച്ച ചൊവയൊന്ന് മാറി കിട്ടണം. നമ്മുടെ തക്കാളിയുടെ പച്ചമണമൊക്കെ മാറി വരുന്നുണ്ടേ. തക്കാളി നല്ല മൂത്തെന്നറിയുമ്പോൾ എന്താ ഈ എണ്ണയില്ലേ സൈഡില് അത് തെളിഞ്ഞു വരും. ഒന്നുകൂടെ ഒന്ന് മൂത്തോട്ടെ. ഇതിനകത്ത് നമുക്ക് കുറച്ച് പിഴുപുളി ഒഴിച്ചു കൊടുക്കേ. 1 ടീസ്പൂൺ. പിന്നെ അവരവരുടെ ഇഷ്ടം പുളി എരിയൊക്കെ. ഇത് മതി. തക്കാളിയൊക്കെ നല്ല വഴന്നേ. അതിൻ്റെ പച്ചമുളകൊക്കെ മാറി. ഇനി ഇതിനകത്ത് കുറച്ച്
വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് മതി. ഇനി ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ കസൂരി മേത്തി ഇട്ട് കൊടുക്കേ. ഫിഷ് കറി നല്ല ടേസ്റ്റാണിത്. അപ്പം ഇതൊന്ന് തിളയ്ക്കട്ടെ. നമുക്കൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. നമ്മൾ കറി തിളച്ചു. ഇനി ഇതിനകത്ത് മീൻ ഇട്ട് കൊടുക്കുന്നതിന് മുമ്പേ 1 ടീസ്പൂൺ മീറ്റ് മസാല ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പിട്ടിട്ടില്ലല്ലോ, മീനിന് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കേ. ഇനി നമുക്ക് മീനും കൂടി ഇതിലിട്ട് കൊടുക്കാം. ഇത് നമുക്കൊന്ന് കവർ ചെയ്ത് കൊടുക്കേ. പിന്നെ അതുപോലെ എപ്പോഴും പറയുന്ന കണക്ക് ഇത് തിളച്ച് കഴിഞ്ഞിട്ട് തീ ലോ ഫ്ലെയിമിലിടണം. എന്നിട്ട് ഒരു മീൻ വേവുന്ന സമയം, മീന് വലിയ വേവില്ലെങ്കിലും ചെറിയ തീയിലല്ലേ കിടക്കുന്നത്, അങ്ങനെ അടി പിടിക്കുമെന്ന് പേടിക്കണ്ട. അങ്ങനെ ആണെങ്കിൽ ഒരു 7-8 മിനിറ്റ് ഈ തീയിൽ, ചെറിയ തീയിൽ ഇങ്ങനെ കിടക്കട്ടെ. അല്ലെങ്കിൽ തിളച്ച് അതിൻ്റെ അരപ്പുമൊക്കെ വറ്റി പോകും, അടിയിലും പിടിക്കും, ഉപ്പും പുളിയും കയറാതിരിക്കും. എന്നിട്ട് ഇതിന് വേണ്ടിയിട്ട് ചെറിയ തീയിലിടാം. കണ്ട തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കുറയ്ക്കേ. അജി കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, ഫോളോ ചെയ്ത്, ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ട്. നമ്മൾ ഫിഷ് കറി തിളച്ച് വരുന്നു. നമ്മളെ മീൻ നല്ലതുപോലെ തിളച്ചേ. ഇനി ഞാൻ ഒന്ന് തീ കുറച്ചിടുവേ. ഇതിങ്ങനെ കിടക്കട്ടെ. ഇതിങ്ങനെ ഒരു 6-7 മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ, പിന്നെ എടുക്കാം. നമ്മുടെ കറി നോക്കാം. കണ്ടോ, നല്ല റെഡിയായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞിരിക്കുന്ന കണ്ടോ. ഇതൊരിപ്പോൾ 6-7 മിനിറ്റ് ആയേ. ഇനി ഞാൻ ഇതിനകത്ത് ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടിയെ ഇട്ട് കൊടുത്ത്. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കണ്ട. ഇളകിക്കഴിഞ്ഞാൽ പൊടിഞ്ഞ് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. പതുക്കെ, നല്ല കുറുകിയ ചേറായത്, അടി പിടിക്കില്ല. കാര്യം ചെറിയ തീ കിടക്കുമല്ലായിരുന്നോ. ഇന്ന് ഉപ്പുണ്ടോ നോക്കട്ടെ. ഓ, അടിപൊളി ടേസ്റ്റാണ് ഈ കറിക്ക് കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇതിനകത്ത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കും. ഉപ്പ് കുറവാണ്. ഇതൊന്ന് ചുറ്റി കൊടുക്കാം നമുക്ക്. ആ പെരുംജീരകത്തിൻ്റെ പൊടിയൊക്കെ ഇട്ടല്ലേ. ഇനി ഒന്നിങ്ങനെ കിടക്കട്ടെ. 1-2 മിനിറ്റ് കൂടെ കിടക്കട്ടെ. അതല്ലേ മേലില എണ്ണയൊക്കെ തെളിഞ്ഞ് എന്താ, കാരണം മീൻ റെഡിയായി. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു 3-4-5 പച്ചമുളക് ഇട്ട് കൊടുത്ത് ഇതിനകത്ത് കുറച്ച്
മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കേ. ഇനി ഇതുപോലെ ഇതൊന്ന് അടച്ചിട്ട് ഒന്ന് തീ ഒന്ന് കൂട്ടി അണയ്ക്കുക. ഇങ്ങനെ ഇത് കിടക്കട്ടെ, ഒരു 3-4 മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ, എന്നിട്ട് നമുക്ക് എടുക്കാം. നമ്മൾ കറി എടുക്കേ. കണ്ടില്ലേ, സൂപ്പർ ടേസ്റ്റി ഫിഷ് കറി. കണ്ടാ, അടിപൊളി ഫിഷ് കറിയാണിത്. നല്ല ടേസ്റ്റാണ് ചോറിനും. ഇത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കണേ. എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എഴുതണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം